കെപിസിസിയുടെ 1000 വീടിന് ശേഷം വീണ്ടും ഒരു വീട് നിർമ്മാണ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ്. ഇത്തവണ പക്ഷേ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് വിമർശനങ്ങളിലും ട്രോളുകളിലും നിറയുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ച 30 വീടുകളെ ചൊല്ലിയാണ് കോലാഹലം. സ്വരൂപിച്ച പണം യൂത്ത് കോൺഗ്രസ് നേതൃത്വം മുക്കിയെന്ന് സംഘടനയ്ക്കുള്ളിൽ തന്നെ വിമർശനമുയർന്നു എന്നാണ് ചില വാർത്തകൾ വന്നത്. വിശദീകരണത്തിനൊപ്പം സർക്കാരിനെതിരെ ആരോപണം കൂടി ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പ്രതിരോധിക്കാൻ വന്നത്. നമുക്ക് RDX റാപ്പ് ആദ്യം കാണാം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് 30 വീടുകൾ വെച്ചു നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് 2024 ഓഗസ്റ്റ് 2-നാണ്. പണം പിരിച്ചു, പക്ഷേ വീട് ഉയർന്നില്ലെന്ന വിമർശനം ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പഠന ക്യാമ്പിലാണ് ഉയർന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിലിനും മറ്റ് ഭാരവാഹികൾക്കുമെതിരെ സാമ്പത്തിക ദുരുപയോഗ ആരോപണം ഉയർന്നതോടെയാണ് വിഷയം ചർച്ചയായത്. സോഷ്യൽ മീഡിയയിൽ വിമർശനവും ട്രോളുകളും ശക്തമായതോടെ യൂത്ത് കോൺഗ്രസ് നേതൃത്വങ്ങൾ വിശദീകരണവുമായി രംഗത്തെത്തി. സാമ്പത്തിക തിരിമറി നടന്നിട്ടില്ലെന്നും പിരിച്ച 88 ലക്ഷം അക്കൗണ്ടിൽ ഉണ്ടെന്നുമാണ് വിശദീകരണം. സർക്കാർ ഭൂമി അനുവദിക്കാത്തതിനാൽ മാത്രമാണ് വീടുകളുടെ നിർമ്മാണം നടക്കാതെ പോയതെന്നും നേതൃത്വം. ഭൂമി വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് 2 തവണ കത്ത് നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സർക്കാരിനെ വിശ്വസിച്ചതാണ് യൂത്ത് കോൺഗ്രസിന് പറ്റിയ അബദ്ധമെന്നും നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് CPIM നേതാവ് KS അരുൺകുമാറിന്റെ സഹപ്രവർത്തകയായ അഭിഭാഷകയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയെ കണ്ണും പൂട്ടി വിശ്വസിക്കാനാകില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിലപാട്. വീടിനായി പിരിച്ച 88,68,827 രൂപ അക്കൗണ്ടിൽ തന്നെയുണ്ട്. സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് വീടുകൾ വച്ചു നൽകും. തന്നെ സാമ്പത്തിക കുറ്റവാളിയായി ചിത്രീകരിക്കാൻ ആസൂത്രിത ശ്രമം നടക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു. 1 രൂപ ആ ബാങ്കിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പിൻവലിച്ചു എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ, ഒരുപാട് വേണ്ട, 1 രൂപ പിൻവലിച്ചു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഇപ്പോൾ ഈ നിമിഷം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ട് നിങ്ങളുടെ കത്ത് തരാം. DYFI എന്താ ചെയ്തത്? DYFI സമാഹരിച്ച പണം സർക്കാരിന് കൊടുത്തു. സർക്കാരിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കുന്നില്ലേ? പിന്നെന്തിനാ വേറൊരു കളക്ഷൻ ഏജന്റ് ആകുന്നത് ഇവര്? നമുക്ക് ഗവൺമെന്റിന്റെ കാലതാമസത്തെ അതിജീവിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതല്ലേ ചോദ്യം. നമുക്ക് ഈ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുമോ? ദുരിതബാധിതർക്ക് വീട് വയ്ക്കാനായി പിരിച്ച പണത്തിൽ നിന്ന് നയാ പൈസ തൊട്ടിട്ടില്ല എന്ന് ഷാഫി പറമ്പിൽ MPയും ഇന്ന് പറഞ്ഞു. വീട് വയ്ക്കാൻ സ്ഥലം കണ്ടെത്തി നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു, പക്ഷേ കിട്ടിയില്ല. സർക്കാരിന് പണം കൊടുക്കാനാകില്ല, സ്വന്തം നിലക്ക് സ്ഥലം കണ്ടെത്തുമെന്നും ഷാഫി നേരത്തെ പറഞ്ഞു. അപേക്ഷ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്. സർക്കാർ സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അറിയാൻ സർക്കാർ എല്ലാ പൈസയും സർക്കാരിലേക്ക് മേടിച്ചു കൊടുക്കാനുള്ള തീരുമാനം എടുത്തത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ, പിന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം സുതാര്യതയോടെ അവിടെ പറഞ്ഞ വാക്ക് പാലിക്കുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ നടപടിയാണ് ഇപ്പൊ അനിലേട്ടൻ പറഞ്ഞത്. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളും ഈ സ്ഥലം കണ്ടെത്തുന്ന മുറക്ക് ആ വീടുകളും തീർച്ചയായിട്ടും നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടതിനകത്ത് സംശയമില്ല. ഇനി സർക്കാരിനോട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചോദ്യം ഇതാണ്. സംസ്ഥാന സർക്കാരിന് 780 കോടി രൂപ ജനങ്ങൾ സമാഹരിച്ച് നൽകി. ഇതുകൊണ്ട് ഒരൊറ്റ വീടെങ്കിലും സർക്കാർ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടോ എന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. സംസ്ഥാന ഗവൺമെന്റിന് 780 കോടി രൂപ നമ്മൾ സമാഹരിച്ചു കൊടുത്തു, അല്ലേ? 780 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് വരെ നിർമ്മിച്ചു കൊടുത്ത ഒറ്റ വീടിൻ്റെ കാര്യം നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? 1 വർഷം കഴിഞ്ഞില്ലേ? ഈ 1 വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ ഒരു വീട്, ഒറ്റ വീട് പറയാൻ കഴിയുമോ? ഇതാണ് അതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രസ്താവനകൾ പ്രധാനമായിട്ടുമുള്ളത്. നമുക്ക് വിശദാംശങ്ങൾ ഡാറ്റാ ഷീറ്റിൽ കൂടെ പരിശോധിച്ചിട്ട് വരാം. ഈ വാർത്ത വന്നത് പഠന ക്യാമ്പിലെ വിമർശനം എന്ന നിലയിലാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനം വന്നു എന്നാണ് ആദ്യം വന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി പണം പിരിച്ചിട്ടും ഒരു വീട് പോലും വെച്ച് നൽകിയില്ല എന്നായിരുന്നു വിമർശനമെന്ന് വാർത്തകളിൽ വന്നു. ഓരോ മണ്ഡലത്തിൽ നിന്നും 2 ലക്ഷം രൂപ വീതം പിരിക്കാനായിരുന്നു നിർദ്ദേശം എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കി. പണം പിരിച്ചു നൽകാത്ത നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ മാറ്റുമെന്ന് പറഞ്ഞിരുന്നു. ആ കാലത്ത് ഭൂരിഭാഗം കമ്മിറ്റികളും പണം പിരിച്ചു നൽകി. എന്നിട്ടും വീട് പണി തുടങ്ങാത്തത് നാണക്കേടാണെന്ന വിമർശനം ക്യാമ്പിനകത്തുണ്ടായി. എത്ര രൂപ പിരിച്ചു, എന്തു ചെയ്തു, കണക്ക് അവതരിപ്പിക്കണം എന്ന് ഇടുക്കിയിലെ പ്രതിനിധി പറഞ്ഞു എന്നാണ് നമ്മൾ കേട്ടത് വാർത്തയിലൂടെ. വയനാട് ദുരന്തബാധിതർക്ക് 30 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം.
യൂത്ത് കോൺഗ്രസിൻ്റെ. ഇത് പിരിച്ചെടുക്കുന്ന 2.80 കോടിയും സ്പോൺസർഷിപ്പ് തുകയും ഉപയോഗിക്കും എന്ന് ആ ഘട്ടത്തിൽ തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നു. 88 ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ വന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് ഇന്ന് അടക്കം മറുപടി നൽകി. KPCCയുമായി ചേർന്ന് ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് സംസ്ഥാന നേതൃത്വം ഇന്ന് മാധ്യമങ്ങളോട് ധൈര്യപൂർവ്വം വിശദീകരിച്ചു. സാമ്പത്തിക ദുരുപയോഗം നടത്തിയെന്ന നേതാക്കൾക്കെതിരെ പോലീസിൽ പരാതിയും വന്നിട്ടുണ്ട്. ഇതിനകം തന്നെ കൊച്ചി സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത് അഡ്വക്കേറ്റ് TR ലക്ഷ്മി എന്നയാളാണ്. ഇന്നലെ തന്നെ ആ പരാതി വന്നു. വീടുകൾ നിർമ്മിക്കാൻ ധാരണാപത്രവും തുകയും മുഖ്യമന്ത്രിക്ക് കൈമാറുകയാണ് DYFI ചെയ്തത്. ആദ്യം 25 വീട് നിർമ്മിക്കാൻ DYFI തീരുമാനിച്ചു. പണം കൈമാറിയത് പക്ഷേ 100 വീടുകൾക്കാണ്. അത്രയും പണം പിരിഞ്ഞു കിട്ടി. രാഹുൽ മാങ്കൂട്ടത്തിലടക്കം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവും ട്രോളുകളും ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് DYFIയുമായി താരതമ്യം ചെയ്ത് വിമർശനം വരുന്നു. റീലെടുത്താൽ പോരാ എന്ന് ട്രോളുകളും വരികയാണ്. ഇപ്പോൾ വയനാട് ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് ഒരുങ്ങുന്നത് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് എന്ന വിവരം നമുക്കറിയാം. പുനരധിവാസ പദ്ധതി ഇങ്ങനെയാണ്. 7 സെന്റ് വീതമുള്ള പ്ലോട്ടുകളിൽ വീട് നിർമ്മാണമാണ് ലക്ഷ്യമിടുന്നത് എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1000 ചതുരശ്ര അടിയിൽ ഒറ്റനില വീടുകൾ ഭാവിയിൽ ഇരുനിലയാക്കാൻ കഴിയും വിധം അടിത്തറയുണ്ടാകും വീടുകൾക്ക്. ആശുപത്രി, അങ്കണവാടി, മാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെൻറ്റർ, മൾട്ടിപർപ്പസ് ഹാള്, ലൈബ്രറി എല്ലാം ചേർന്ന് കമ്മ്യൂണിറ്റി സെൻ്ററാണ് ഇവിടെ ഉണ്ടാവുക. റെസിഡൻഷ്യൽ യൂണിറ്റായി ലഭിച്ച ഭൂമിയും വീടും 12 വർഷത്തേക്ക് കൈമാറാനാകില്ല എന്നൊരു ക്ലോസ് ഉണ്ട്. ടൗൺഷിപ്പിൽ താമസിക്കാൻ ആഗ്രഹിക്കാത്ത കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ പൈസയായി തന്നെ നൽകും എന്ന് സർക്കാർ പറയുന്നു. 1000 വീടിൻ്റെ പഴയ കഥയുണ്ട് KPCCയുമായി ബന്ധപ്പെട്ട്. 2018 പ്രളയത്തെ തുടർന്ന് 1000 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് 2018 ഓഗസ്റ്റ് 21 KPCC പ്രഖ്യാപിച്ചത്. 50 കോടി ചെലവിൽ 1000 വീട്. ഓരോ മണ്ഡലം കമ്മിറ്റിയും 5 ലക്ഷം രൂപ വീതം പിരിക്കും എന്നായിരുന്നു അന്ന് വന്ന പ്രഖ്യാപനം. ഗുണഭോക്താക്കളെ സർക്കാർ ഏജൻസികളുടെ സഹായത്തോടെ കണ്ടെത്തും എന്നും അന്ന് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. ധനലക്ഷ്മി ബാങ്കിൻ്റെ തിരുവനന്തപുരം ശാസ്തമംഗലം ശാഖയിൽ അക്കൗണ്ട് തുടങ്ങുകയും ചെയ്തു. പക്ഷേ അത് പാതിയിൽ പാളി. 1000 വീട് നിർമ്മിക്കാനാകില്ല, 500 വീടുണ്ടാക്കുമെന്ന് 2019 ജൂലൈ 3 മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാറ്റി പറഞ്ഞു. വേണ്ടത്ര പണം എത്തിയില്ല എന്നാണ് അദ്ദേഹം കാരണം പറഞ്ഞത്. 371 വീട് പൂർത്തീകരിക്കുമെന്ന് 2019 ജൂലൈ 9 MM ഹസനും പറഞ്ഞു. പിന്നാലെ ഫണ്ട് കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ടറിയിച്ച് മണ്ഡലം കമ്മിറ്റികൾ രംഗത്ത് വന്നു. 2018 പ്രളയബാധിതർക്കുള്ള 1000 വീട് പദ്ധതി പാതിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ KPCC എന്ന് നമ്മൾക്ക് ഇപ്പോൾ അറിയാം. പ്രളയബാധിതർക്കായി KPCC എത്ര വീട് നിർമ്മിച്ചുവെന്ന് വ്യക്തതയില്ല എന്നതാണ് ഇപ്പോഴത്തെ നില. 1000-ലധികം വീടുകൾ നിർമ്മിച്ചെന്ന് ഇപ്പോൾ നേതാക്കൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നത് നമ്മുടെ മുന്നിലേക്കുണ്ട്. ഇതിപ്പോൾ വയനാട് ദുരന്തം, അത് നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മലയാളികളുടെ ജീവിതകാലത്ത് നടന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. ഒരുപാട് ആളുകൾ മരിച്ചു, ഒരുപാട് ആളുകൾ എല്ലാ കാലത്തേക്കുമായിട്ട് പ്രയാസത്തിൽപ്പെട്ടു. രാഷ്ട്രീയ മതജാതി വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും ഒന്നിച്ചു നിന്നിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ചു. അക്കാലത്ത് എല്ലാവരും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. കുറേയേറെ ആളുകൾ പണം പിരിച്ചു. എല്ലാവർക്കും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഇപ്പോൾ ഒരു പ്രതിസന്ധിയിൽ ചെന്നപ്പെട്ടിരിക്കുകയാണ്. എന്താ ഹർഷനട്ടേക്ക്? ഇതിൽ ഇത്തരം ഒരു ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ പലതരത്തിൽ ആളുകൾ രംഗത്ത് വരും. ഇപ്പോൾ സർക്കാരിൻ്റെതായ രീതിയിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെതായ കമ്മിറ്റികളൊക്കെ ഉണ്ടാകും, പഠനങ്ങളുണ്ടാവും. ഇപ്പോൾ ജോൺ മത്തായി കമ്മിറ്റിയൊക്കെ ഒന്ന് പരിശോധിച്ചതുപോലെ അതിൻ്റെതായ ചില രീതിയുണ്ട്, അതിനൊരു സുതാര്യതയുണ്ട്. എപ്പോഴും ഈ പണമെല്ലാം പിരിച്ചെടുത്തല്ലോ, അവിടെയൊന്നും വന്നില്ലല്ലോ എന്നുള്ളത് രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. പക്ഷേ അത് അതിൻ്റെതായ നിലയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് വാസ്തവം. വേറെ കുറേ സംഘടനകൾ ഇതുപോലെ സഹായം പ്രഖ്യാപിക്കും. അതിൽ വളരെ കമ്മിറ്റഡായ കുറേ സംഘടനകളും വ്യക്തികളുമൊക്കെ അത് നിർമ്മിച്ച് നൽകുകയും ചെയ്യും. പക്ഷേ വേറെ കുറേ ആളുകൾ ആ സമയത്ത് ഒരു പ്രഖ്യാപനം എന്നതിൽ മാത്രം ഒതുക്കും. ഞാൻ ഒരിക്കലും യൂത്ത് കോൺഗ്രസ് അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ല. യൂത്ത് കോൺഗ്രസ് കാരണം ഒരു ഉത്തരവാദിത്വമുള്ള അക്കൗണ്ടബിലിറ്റിയുള്ള ഒരു സംഘടനയാണല്ലോ. സ്വാഭാവികമായിട്ടും അവർ അത് നിർമ്മിച്ച് നൽകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സനിഷ, ഈ അപ്പർ കുട്ടനാട് മേഖലയിലൊക്കെയുള്ള ഒരു കഥയുണ്ട്, പഴയ കഥ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ പാലങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഈ കൊതുമ്പ് വെള്ളത്തിലാണ് ആളുകളെല്ലാം സഞ്ചരിക്കുക. കാരണം എല്ലാം ഇതുപോലെയുള്ള ചാലുകളും കനാലുകളും തോടുകളും കായലും എല്ലാം നിറഞ്ഞതാണല്ലോ. അപ്പോൾ അങ്ങനെ സഞ്ചരിച്ചു വരും. അപ്പോൾ ഒരു വീട്ടിലൊരു മരണം ഉണ്ടായാലും കല്യാണം ഉണ്ടായാലും ഒക്കെ അവിടേക്ക് ആളുകൾ എത്തുന്നത് ഇതുപോലെ വള്ളം തുഴഞ്ഞിട്ടാണ് ഓരോരുത്തരും വരിക. ഒരു കൊതുമ്പ് വെള്ളത്തിൽ ഇങ്ങനെ വേഗത്തിൽ വരും. അപ്പോൾ അത്തരം സ്ഥലത്തേക്കൊക്കെ വരുന്ന ആളുകൾ, കുറേ ആളുകൾ അവിടെ ഇങ്ങനെ ഈ തുഴ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഈ തുഴയിൽ ഇങ്ങനെ കൈവച്ച് ഈ കാഴ്ചക്കാരായി നിൽക്കും. വേറെ കുറേ പേര് ആ തുഴ മാറ്റി വെച്ചിട്ട് അവിടെ ഇറങ്ങി അധ്വാനിക്കും ആ കാര്യങ്ങളിൽ. അവിടെ കല്യാണമായാലും മരണമാണാലും ഒക്കെ പണ്ട് ഇപ്പോഴത്തെ പോലെ ഏൽപ്പിക്കാൻ പറ്റില്ല, എല്ലാവരും ഇറങ്ങി അധ്വാനിക്കും. അപ്പോൾ അധ്വാനിക്കുന്ന കുറേ പേരുണ്ടാവും, കാഴ്ചക്കാരായിട്ടുള്ള കുറേ പേരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ നീ എന്താ തുഴയും കുത്തിപ്പിടിച്ച് നിൽക്കാനാണോ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു പ്രയോഗം തന്നെ അവിടെയൊക്കെ ഉണ്ടായെന്ന് പറയും. അപ്പോൾ ഈ നമ്മൾ വയനാട് പോയതാണ്. അവിടെ ഓരോ സംഘടനകളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടാണ്. ഞാൻ ഏതായാലും സംഘടനകളുടെ പേരൊന്നും പറയില്ല. ചില സംഘടനകൾ അവിടെ
അങ്ങ് ഇറങ്ങി പണിയെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സാമുദായിക സംഘടനകൾ, ചില സാമുദായിക സംഘടനകളൊക്കെ, അല്ലാത്ത യുവജന സംഘടനകളൊക്കെ അവർ കൈമൈ മറന്ന് പണിയെടുക്കുന്നു. വേറെ കുറേ ആളുകൾ എങ്ങനെയാണ് ഒരു വടിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഈ കാഴ്ചക്കാരായി അതിന് ചുറ്റും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു ദുരന്ത ഭൂമിയിൽ ആ പണിയെടുക്കുന്നവർക്ക് തന്നെയാണ് നമ്മൾ അവരെ മതിക്കേണ്ടത്. അതിൻ്റെ ഒരു തുടർച്ച ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ സർക്കാരിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് നോക്കണമല്ലോ. സർക്കാർ ആ ടൗൺഷിപ്പാണ്, സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചു. അത് 408 കുടുംബങ്ങൾക്കാണ്. പക്ഷേ 105 കുടുംബങ്ങളിൽ അവിടുന്ന് മാറാൻ തീരുമാനിച്ചു. അവർ മറ്റ് സാധ്യതകൾ ടൗൺഷിപ്പിലേക്ക് വരേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ പോയി. പക്ഷേ ഈ ടൗൺഷിപ്പ് ഇരിക്കുന്നത് ഒരു കാര്യമുണ്ട് സനീഷ്, കൽപ്പറ്റയിൽ ഏറ്റവും കണ്ണായ ഒരു സ്ഥലത്താണ്. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സർക്കാർ തീരുമാനിച്ച് നടപ്പാക്കുമ്പോൾ ഘട്ടം ഘട്ടമായി, അതിന് 3 ഘട്ടമായി അതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയാണ്. കാരണം ആദ്യം പൂർണ്ണമായി വീടുകൾ നശിച്ച ഏതാണ്ട് 220 പേരെയാണ് ആദ്യം കണ്ടെത്തുന്നത്. അപ്പോൾ അവർക്ക് അവിടെ വീട് അനുവദിക്കുന്നു. രണ്ടാമത് ഈ പറയുന്നത് പോലെ ഇനി അങ്ങോട്ട് പോയാൽ അപകടമുണ്ടാകും എന്ന് ഉറപ്പുള്ള കമ്മിറ്റി കണ്ടെത്തിയ സ്ഥലങ്ങളിൽ ഉള്ള ആളുകൾക്ക് അവരുടെ വീടൊക്കെ അവിടെ ഉണ്ടാകും, പക്ഷേ അവിടെ ഇനി പോയി താമസിക്കുന്നത് അപകടമാണ് എന്നുള്ള ആ വീട് അവർക്ക് അനുവദിച്ചു. അതിനുശേഷം ഇങ്ങനെ ഈ അപകടത്തിൽ ഒറ്റപ്പെട്ടു പോയ വീടുകളുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി ഒരു പക്ഷേ അപകടം ഉണ്ടാകാൻ സാധ്യതയില്ല, പക്ഷേ ഒറ്റപ്പെട്ടു പോയി, അങ്ങനെയുള്ളവർക്കും അനുവദിച്ചു. അപ്പോൾ അതായത് അതിനൊരു രീതിയുണ്ട് ഈ കണ്ടെത്തലിന്. ഇവിടെ ആർക്കൊക്കെയാണ് വീടുകൾ വേണ്ടത് എന്നുള്ള സർക്കാരിൻ്റെ ആ കണ്ടെത്തലിന് ഒരു രീതിയുണ്ട്. അപ്പോൾ സമ്പൂർണ്ണമായി വീടുകൾ നഷ്ടപ്പെട്ട ഈ 220 പേരാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാരിൻ്റെ കണ്ടെത്തലും അങ്ങനെയായിരുന്നു. നമ്മൾ അവിടെ പോയി കണ്ടതാണല്ലോ, പല തരത്തിലാണ് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയവരിൽ 105 പേർക്ക് വേണ്ട, അവർക്ക് മറ്റ് സാധ്യതകളാണ് അവരാരായുന്നത്. അവർക്ക് മറ്റ് സാധ്യതകൾ, അവർക്ക് 15 ലക്ഷം രൂപ വെച്ച് സർക്കാർ കൊടുക്കുകയും ചെയ്യുന്നു. ഈ വീടുകൾ എന്ന് പറയുന്നത് 7 സെൻറ്റിൽ മുകളിലേക്ക് ഒരു നില പണിയാൻ ഭാഗത്തിന് ഉറപ്പുള്ള 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുകളാണ് ഈ ആളുകൾക്ക് കൊടുക്കുന്നത്. ഇത് വ്യക്തമാണ് ചിത്രം. അവിടെ ഭൂമി ഏറ്റെടുക്കൽ വൈകിയിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അവിടെ ഇപ്പോൾ പക്ഷേ ആ നിർമ്മാണം ആരംഭിച്ചു. അവിടുത്തെ ആദ്യത്തെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അത് അങ്ങനെ പൂർത്തിയാവുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. പൂർത്തിയായില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചോദിക്കും. ഇപ്പോൾ സർക്കാരിനെ ചോദ്യം ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അവിടെ പെർഫെക്റ്റ് ആണ്. സർക്കാരിനെ ചോദ്യം ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അത് വേറൊന്നാണ്. കാരണം എന്താ വെച്ചാൽ അവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഇത് മാത്രമല്ലല്ലോ ആളുകൾക്ക് ഒരു ടൗൺഷിപ്പ് എന്നതുകൊണ്ട് അവിടെ അംഗൻവാടി ഉണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ആളുകൾ, അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് +2ൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പല ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. ആ കാര്യങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ള പരാതി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഡിഗ്രിക്ക് പഠിക്കുന്നവർക്ക് കുറെ കൂടി ഉദാരമായ ഒരു അനുഭാവപൂർവ്വമായ അവർക്കൊരു പാക്കേജ് കൊടുക്കണം, അവരെ എവിടേക്കാണ് തുടർ പഠനത്തിന് പോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടായില്ല. ആ കാര്യത്തിൽ വേണ്ട പരിഗണന കിട്ടിയില്ല എന്നുള്ള ആരോപണമുണ്ട്. സഹായധനം എന്നത് നേരത്തെയുള്ള 9,000 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പകുതി കുടുംബങ്ങൾക്കായി കുറഞ്ഞു എന്നുള്ള ആരോപണമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അവിടെ അതായത് ഈ ദുരന്തത്തിനിരയായവരെ തുടർന്ന് കൈകാര്യം ചെയ്യുന്നതിൽ വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള പരാതി അതവിടെ നിലനിൽക്കുന്നുണ്ട്. ആ പരാതിയൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാം. പക്ഷേ ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ പദ്ധതി അത് നടക്കുന്നത് നമുക്കറിയാം. എന്തുകൊണ്ട് ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ വൈകി എന്നുള്ളത് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള കേസ് നമുക്കറിയാം. അപ്പോൾ അത് സമ്പൂർണ്ണമായി എന്തോ സുതാര്യതയില്ലാത്ത പദ്ധതിയാണ്, ഞങ്ങളിപ്പോൾ അങ്ങ് നടപ്പാക്കി കളയാം. എന്താണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നത്? സർക്കാരിന് കൊടുക്കരുത്, കൊടുത്താൽ അത് അബദ്ധമാണ്, അതെന്തോ ഭയങ്കര കുഴപ്പം പിടിച്ച ഒരു പരിപാടിയാണ്, ഞങ്ങൾ നേരിട്ട് നടപ്പാക്കാം എന്നുള്ളതാണ് സംഘടനകൾ പറഞ്ഞത്. നേരിട്ട് നടപ്പാക്കാമെന്ന് പറഞ്ഞവരാണ് സേവാഭാരതി. 50 വീടുകൾ അവർ സ്ഥലം കണ്ടെത്തി, അവർ അതിൻ്റെ പുറ്റാടെന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലം കണ്ടെത്തി അവരതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ്. ഫിലോക്കാലിയ 40 എണ്ണത്തിൽ 25ൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ചെറുകിട ക്വാറി അസോസിയേഷൻ 10 എണ്ണത്തിൽ 5ൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. തുരുത്തിപ്പുറം ഗ്രാമം ഒരു വീട് കൊടുക്കാമെന്ന് പറഞ്ഞു, അവരതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാക്കി. പീപ്പിൾസ് ഫൗണ്ടേഷൻ 30, മുജാഹിദ് വിഭാഗങ്ങൾ ഈ വിസ്ഡും KNM മറ്റേ മർക്കസുദ്ദവ എല്ലാം കൂടെ ചേർന്നിട്ട് അവർ 40 വീടുകൾ പറഞ്ഞു. അതിൻ്റെ സ്ഥലം കണ്ടെത്തി അതിൻ്റെ നിർമ്മാണത്തിലേക്ക് പോയി. CSI 13 എണ്ണം പറഞ്ഞു, അവരതിൻ്റെ സ്ഥലം കണ്ടെത്തി നിർമ്മാണത്തിലേക്ക് പോയി. പെന്തക്കോസ്ത് സഭ 11 എണ്ണം പറഞ്ഞു, അവരതിൻ്റെ സ്ഥലം കണ്ടെത്തി നിർമ്മാണത്തിലേക്ക് പോയി. ജമിയത്തുൽ ഉലമ ഹിന്ദ് 12-ൽ 7, തമിഴ്നാട് മുസ്ലിം ജമാഅത്ത് 14 വീട് സ്ഥലം കണ്ടെത്തി അവർ വീട് പണിയും പൂർത്തിയാക്കി. അതുപോലെ വേറെ മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെ ആയിട്ട് ഗായകരും ഒക്കെ ആയിട്ടുള്ള എന്തൊക്കെയോ ചെറിയ കൊല്ലം ഷാഫിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ചില സംവിധാനങ്ങളുണ്ടായിരുന്നു. 20 വീടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞ് 5 വീട് ഏതാണ്ട് അവർ പൂർത്തീകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഇനി എറണാകുളം മുസ്ലിം മഹൽ കോർഡിനേഷൻ കമ്മിറ്റി 22 വീടുകൾ സ്ഥലം കണ്ടെത്തി നിർമ്മാണത്തിലേക്ക് പോയി. മുസ്ലിം ലീഗ് 100 വീടുകൾ അത് സ്ഥലം കണ്ടെത്തി അവർ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല, പക്ഷേ സ്ഥലം കണ്ടെത്തി അതിൻ്റെ നിർമ്മാണത്തിലേക്ക് പോകും. കോൺഗ്രസ് 100 വീടുകളാണ് വാഗ്ദാനം നൽകിയത്, സ്ഥലം കണ്ടെത്തിയിട്ടില്ല, അതിൻ്റെ നിർമ്മാണത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഉൾപ്പെടുന്നതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ വീടുകളും. അവിടെയാണ് കുഴപ്പം. കാരണം ഈ സംഘടനകൾക്കെല്ലാം പറ്റുന്ന ഒരു കാര്യം
അവരിപ്പോൾ പ്രഖ്യാപിച്ചത്. അപ്പോൾ അവിടെ ഡിവൈഎഫ്ഐ ഇപ്പോൾ ആരോപിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ 25 വീടുകൾ പ്രഖ്യാപിച്ചപ്പോൾ ചാടിക്കയറി വരുന്നു 30 വീടുകൾ പ്രഖ്യാപിച്ചു യൂത്ത് കോൺഗ്രസ്. പക്ഷേ അവർ അതിനുള്ള പണം കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ ഈ പദ്ധതിയെ മൊത്തത്തിൽ ഇരുട്ടിലാക്കുകയും ഇത് മൊത്തം കുഴപ്പമാണ് എന്നൊക്കെയുള്ള ആരോപണമായി മുന്നോട്ട് വരികയും ചെയ്തു. പക്ഷേ ഈ കോൺഗ്രസിന് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, സർക്കാരിന് ഇവർക്ക് യൂത്ത് കോൺഗ്രസിന് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ കണക്ക് പറയുമ്പോൾ എത്രയാണ്? ഏതാണ്ട് 80 ലക്ഷത്തിൽ ചില്ലുവാൻ രൂപ യൂത്ത് കോൺഗ്രസ് കണ്ടെത്തിയിട്ടുണ്ട്. 4 കോടി ചില്ലുവാനും ഈ കോൺഗ്രസും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി കേന്ദ്രത്തിൻ്റെ സഹായം, അവരുടെ എന്താണ് രാഹുൽ ഗാന്ധിയുടെയൊക്കെ സഹായം ഇനി വന്നതിന് ശേഷം വേണം ഇനി അവർക്ക് ഭൂമി കണ്ടെത്തി അത് വാങ്ങി അവിടെ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ട പദ്ധതിയിലേക്ക് കിടക്കാൻ. അതായത് ഇത്രയും സംഘടനകൾക്ക് കഴിഞ്ഞത് കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ കഴിഞ്ഞില്ല എന്നതിലാണ് ഈ കുഴപ്പം നിൽക്കുന്നത്. നിശ്ചയമായിട്ടും അത് വളരെ പെർഫെക്റ്റായിട്ട് കർഷകർ പറഞ്ഞു, വിശദീകരിച്ചല്ലോ. ആ കാര്യങ്ങൾ കേട്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഇവർ സാമ്പത്തികമായിട്ട് എന്തോ തട്ടിപ്പ് നടത്തി എന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തി എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ എന്തായാലും വിശ്വസിക്കുന്നില്ല. ഞാൻ അത്തരം ഒരു പ്രചാരത്തിൻ്റെ ആളുകൾ പണമുണ്ട് അവർ പറഞ്ഞല്ലോ. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രേഖയെടുത്ത് കാണിച്ചു കൊടുത്തു. അതായത് മുഴുവൻ പൈസയും ഞങ്ങളുടെ കൈവശമുണ്ട്. ഹർഷൻ ഈ പറഞ്ഞിടത്താണ് അതിൻ്റെ പ്രശ്നം. അതായത് ആകെ 2,40,00,000 രൂപ അവർക്ക് വേണം ഇത്രയും 30 വീടുകൾ ഉണ്ടാക്കണമെങ്കിൽ. അവർ പറഞ്ഞ കണക്കിൽ അതിൽ 84 ലക്ഷം രൂപയാണ് അവർക്ക് ആകെ കിട്ടിയത്. അത് സമാഹരിക്കാൻ അവർക്ക് പറ്റിയില്ല. അവർ ഉദ്ദേശിച്ച കാര്യം പറ്റിയിട്ടില്ല എന്നത് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ ഡിവൈഎഫ്ഐ 20 കോടി രൂപയാണ് സമാഹരിച്ചത്. ഇവർക്ക് 2,40,00,000 രൂപ സമാഹരിക്കാൻ പറ്റിയിട്ടില്ല യൂത്ത് കോൺഗ്രസിന്. ഡിവൈഎഫ്ഐ 20 കോടി രൂപ സമാഹരിച്ചു. യൂത്ത് കോൺഗ്രസിനേക്കാൾ ചെറിയ സംഘടനയാണ് AIYF എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആളെണ്ണത്തിൽ. അവർക്ക് 1 കോടി രൂപ AIYF കൊണ്ടുപോയിട്ട് സർക്കാരിന് കൊടുത്തു. അപ്പോൾ പണസമാഹരണത്തിലും ഈ പറയുന്നത് പോലുള്ളൊരു ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നില്ല. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും പണിയെടുക്കാനുണ്ടായിരുന്നു, മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുണ്ടായിരുന്നു, വസീഫും PK സനോനെയും പോലുള്ള ഡിവൈഎഫിൻ്റെ നേതാക്കളുണ്ടായിരുന്നു. അവിടെ വരാത്ത മനുഷ്യരില്ല. സംഘടനാ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും സകലമാന ആളുകളോട് വന്നിരുന്നു. ആ ഒരു കാര്യം അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ധനസമാഹരണത്തിലാണെങ്കിലും ഹർഷൻ ചൂണ്ടിക്കാണിച്ച പോലെ വീടുകളുടെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ പിന്നോട്ട് പോയി എന്നതൊരു വസ്തുതയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം അവർ ആകെ പണം അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. പിന്നെ അത് മാത്രമല്ല, ഇവരാകെപ്പാടെ വീട് നിർമ്മിക്കാത്ത ആളുകളാണ് എന്നൊന്നും പറയുന്നത് ശരിയല്ല. മറിയക്കുട്ടിക്ക് വീടുണ്ടായി കൊടുത്തത് KPC ആണ്. അവർ പക്ഷേ അത് കഴിഞ്ഞപ്പോൾ BJPയിലേക്ക് പോയി എന്നത് മറ്റൊരു വസ്തുതയാണ് സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ. പക്ഷേ അങ്ങനെ ഒരു ഒറ്റ കാര്യം കൂടെ പറയാണ്ട്. ആ ഇത് ഉണ്ടല്ലോ, ഡേറ്റാ ഷീറ്റിൽ കാണിച്ചപ്പോൾ പറഞ്ഞില്ലേ ഇവർ 1000 വീട് വെച്ച് കൊടുക്കും എന്നുള്ളത് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതായത് ചെയ്യാൻ പറ്റുന്നത് ഏൽക്കുക, അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച മാർഗം. പക്ഷേ ഇവിടെ ഇവരെ 1000 വീട് തികയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പല നേതാക്കന്മാരും നേതൃത്വം നൽകുന്ന പല പദ്ധതികളുണ്ട്. ഇപ്പോൾ VD സതീശൻ്റെ പുനർജനി പദ്ധതിയുണ്ട്, ഉമ്മൻചാണ്ടിയുടെ പേരിൽ നടക്കുന്ന ഭവന നിർമ്മാണ പരിപാടികളുണ്ട്. ഇതെല്ലാം ഇവർ എന്താണ് KPCCയുടെ 1000 വീട് പദ്ധതിയോട് അങ്ങ് ചേർത്തു. ഇപ്പോൾ അപ്പോൾ ഇതെല്ലാം 1000 വീടിൻ്റെ ഭാഗമാണെന്ന്. അതായത് ഇനിയും അവർക്ക് സമയമുണ്ട്. അതായത് പണം സമാഹരിക്കാനാണെങ്കിലും 30 വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞത് ഫുൾഫിൽ ചെയ്യാൻ അവർക്ക് സമയമുണ്ട്. അത് ചെയ്യുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും. നമുക്ക് അവരെ വിശ്വസിക്കുക. അവർ പൊതുപ്രവർത്തകരാണ്, ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിന് പോയ ബഗയിൽ ചായ കുടിച്ച പറ്റുകാശ് അണ്ണൻ തരും എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ്സുകാർ മുങ്ങി എന്നൊരു ആക്ഷേപം അവരുടെ രാഷ്ട്രീയ ശത്രുക്കൾ പറയാറുണ്ട്. അതിൻ്റെ വാസ്തവമൊന്നും RDXന് അറിയില്ല. അത് കള്ളമാകാനാണ് സാധ്യത, പക്ഷേ അല്ലെങ്കിൽ അത് ഒരു ട്രോൾ മെറ്റീരിയൽ ആകാനാണ് സാധ്യത എന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷേ വയനാട് ദുരിതബാധിതർക്കായി പിരിച്ച പണം എന്ത് ചെയ്തു എന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിച്ചത് രാഷ്ട്രീയ ശത്രുക്കളല്ല എന്നാണ് പറയുന്നത്. ആലപ്പുഴയിൽ നടന്ന പഠന ക്യാമ്പിൽ പങ്കെടുത്ത അവരുടെ പ്രവർത്തകർ അങ്ങനെ ചോദിച്ചെന്നാണ് വാർത്തകൾ വന്നത്. പക്ഷേ അക്കാര്യമൊക്കെ നിഷേധിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. 14 ജില്ലകളിൽ നിന്ന് വന്ന ആളുകൾ ആരാണ് ചോദിച്ചതെന്ന് നിങ്ങൾ പറയൂ എന്ന് മാധ്യമപ്രവർത്തകരോട് നല്ല ആത്മവിശ്വാസത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ആക്രി വിറ്റും മീൻ കച്ചവടം നടത്തിയുമെല്ലാമാണ് 88 ലക്ഷം രൂപ ദുരിതബാധിതർക്ക് വീടിനായി സമാഹരിച്ചത് എന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. ആ മാതൃകാപരമായ പ്രവർത്തനത്തെ RDX അഭിനന്ദിക്കുക തന്നെയാണ്. അങ്ങനെ സമാഹരിച്ച പണം എന്ത് ചെയ്തു എന്ന് നേതൃത്വത്തോട് ചോദിക്കാൻ നിശ്ചയമായും അവരുടെ പ്രവർത്തകർക്ക് അവകാശമുണ്ട്. അവരത് ചോദിക്കുമായിരിക്കും. പക്ഷേ കൃത്യമായിട്ടൊന്ന് മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു, രേഖകൾ മുന്നോട്ട് വെച്ചുകൊണ്ട്. പിരിച്ച പണം അണാ പൈസ കുറയാതെ അക്കൗണ്ടിൽ തന്നെ ഉണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആവർത്തിച്ച് പറഞ്ഞല്ലോ. അതും RDX പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. പക്ഷേ സർക്കാർ സ്ഥലം നൽകാത്തതുകൊണ്ടാണ് വീട് പണിയാത്തത് എന്ന യൂത്ത് കോൺഗ്രസ് വാദം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലാണ് ചർച്ച ചെയ്യപ്പെടുകയും മറ്റും ചെയ്യുക. യൂത്ത് കോൺഗ്രസിന് സ്ഥലം കൊടുക്കുമെന്ന് സർക്കാർ സമ്മതിച്ചിരുന്നോ എന്ന ചോദ്യം ഉയരും. ഇല്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് നമ്മൾ കാണുന്നു. ദുരിതബാധിതർക്കായി ഒരുങ്ങുന്ന ടൗൺഷിപ്പിന് സർക്കാർ വ്യവസ്ഥാപിതമായൊരു പദ്ധതിയും പരിപാടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമായി സഹകരിക്കുകയാണ് ഉത്തരവാദിത്തമുള്ള യുവജന സംഘടന എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ടത് എന്ന് ഇടതുപക്ഷക്കാരാകെ പറയുന്നുണ്ട്.